ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തൊഴിൽ വീഥി കോമ്പറ്റീഷൻ വിന്നറിനോടൊപ്പമുള്ള ചെറിയ പതിപ്പിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് എന്ന ടോപ്പിക്കാണ്. ഇതിൽ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നമുക്ക് സ്കൂൾ പാഠപുസ്തകം വായിച്ച് സമയം കളയണ്ട. അതായത് ഈ തൊഴിൽ വീഥിയുടെ കോമ്പറ്റീഷൻ വിന്നറിനകത്തുള്ള ഈ കൊച്ചു പതിപ്പിൽ ഒരുപാട് പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കുമായി ബേസ് ചെയ്ത് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആദ്യമായിട്ട് നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം, അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ 1920 1922 വരെ നീണ്ടുനിന്ന ഈ പ്രസ്ഥാനം നയിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1920, കാലഘട്ടമാണെങ്കിൽ 20 തുടങ്ങി 22 വരെയാണ്. ഇതിനെ നയിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇനി പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സും കൂടെ ഉണ്ട്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൽക്കട്ട സമ്മേളനമാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനമെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നാഗ്പൂർ സമ്മേളനമാണ്. വാർഷിക കോൺഗ്രസ് സമ്മേളനം എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ആൻസർ വരുന്നത് നാഗ്പൂർ സമ്മേളനമാണ്. കൂടാതെ 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രധാന പ്രമേയം പാസ്സാക്കിയത് ആരാണെന്ന് ചോദിക്കാം. 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രധാന പ്രമേയം പാസ്സാക്കിയത് ആരാണ്? CR ദാസാണ്. ഇത്രയും പോയിൻറ്റ്സാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് WC ബാനർജി. WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷനായ WC ബാനർജി ജനിച്ചത് 1844 ഡിസംബർ 29 കൽക്കട്ടയിലാണ്. 1844 ഡിസംബർ 29 കൽക്കട്ടയിൽ അദ്ദേഹം ജനിച്ചു. കൂടാതെ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് ആദ്യമായി മത്സരിച്ച ഇന്ത്യക്കാരനാണ് WC ബാനർജി. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് ആദ്യമായി മത്സരിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ WC ബാനർജിയാണ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ഏത് വിദേശ ശക്തികളാണ്? 3ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ഏത് വിദേശ ശക്തികളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. കണക്റ്റിംഗ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 കോട്ട നിർമ്മിച്ചത്. ആരാണ്? അൽമേഡ 1505 നിർമ്മിച്ച കോട്ടയാണ് കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ടയുടെ പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. അതാണ് നമുക്ക് വേണ്ടുള്ള പോയിന്റ്. എത്ര വർഷം ഭരിച്ചെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കുക. 158 വർഷമാണ് അവർ ഭരിച്ചത്. ഇനി 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചടക്കി. ആ വർഷം ഇമ്പോർട്ടൻ്റ്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചടക്കി. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1790. ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി സെയിൻറ്റ് ആഞ്ചലോ കോട്ട മാറി. എന്നാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നത്? 1790. അതിനുശേഷം അവരുടെ സൈനിക താവളമായി ഇതിനെ മാറ്റിയെടുത്തു. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ 1663 ഒരു വർഷം പഠിച്ചില്ലേ? ആ സമയത്ത് 1663 ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട ആദ്യമായിട്ട് പിടിച്ചെടുത്തത്. ഇത്രയും പോയിൻറ്റ്സാണ് ആ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. പ്രത്യേക പാകിസ്ഥാൻ രാജ്യം വേണമെന്ന മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി ആണ്. 1940 പ്രത്യേക പാകിസ്ഥാൻ രാജ്യം വേണമെന്ന
മുസ്ലിം ലീഗ് പ്രമേയം പാസ്സാക്കിയത്? 1940 കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം, സ്ഥലം അത് ചോദിക്കും. 1906 ധാക്ക, ബംഗ്ലാദേശിലാണ്. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷമാണ് 1906, ധാക്കയിലാണ്, അത് ബംഗ്ലാദേശാണ്. മുസ്ലിം ലീഗ് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? ആഗാ ഖാൻ ആണ്. ആഗാ ഖാൻ. ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി മുസ്ലിം ലീഗ് ആചരിച്ച ദിവസം? 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് മുസ്ലിം ലീഗ് ആചരിച്ച ദിവസമാണ് 1946 ഓഗസ്റ്റ് 16. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ലിൻ ലിത്ഗോ പ്രഭുവാണ്. ലിൻ ലിത്ഗോ ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന ആ ഒരു ചോദ്യം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസിഫ് അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് എന്താണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ ആർമി. അതിൻ്റെ ഷോർട്ട് ഫോമാണ് INA. കണക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് നോക്കാം. INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു എന്ന് ചോദിക്കാം. INAയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് INAയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്. അടുത്തത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുത്തത്. INA കരുത്തുറ്റ സംഘടനയായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കീഴിലാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. INAയുടെ പടയണി ഗാനമാണ് കദം കദം ബഡായെ ജാ. INAയുടെ പടയണി ഗാനം ഏതാണ്? കദം കദം ബഡായെ ജാ എന്നുള്ളതാണ്. അപ്പം INAയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആ വ്യക്തി ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. അതായത് INAയുടെ രൂപീകരണ സമയത്ത്, അല്ലെങ്കിൽ INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസാണ്. INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് നമ്മൾ പഠിച്ചത് ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. പിന്നീട് നമ്മൾ പഠിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുത്തതും INA കരുത്തുറ്റ സംഘടനയാക്കിയത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ കാലഘട്ടത്തിലാണെന്നും പറഞ്ഞു. പിന്നീട് അതിൻ്റെ ഗാനം, INAയുടെ പടയണി ഗാനം എന്ന് പറയുന്നത് കദം കദം ബഡായെ ജാ എന്നുള്ളതാണ്. അടുത്തതാണ് സാമ്പത്തിക ക്വസ്റ്റ്യൻ നമ്പർ 7. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്. A.O. ഹ്യൂമിൻ്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. A.O. ഹ്യൂമിൻ്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. കൂടാതെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. പിന്നീട് നമുക്ക് അവിടെ നിന്ന് നോക്കാനുള്ളത്, ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടൻ ചോർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1892 മുതൽ 1895 വരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ MP ആയിരുന്നു അദ്ദേഹം. കൂടാതെ തന്നെ ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഏഷ്യക്കാരനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ദാദാഭായ് നവറോജി. അടുത്തത് പൂനെ കരാറ് ഒപ്പുവെച്ച വർഷമാണ് 1932. 1932 പൂനെ കരാറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അയിത്തജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യം സംബന്ധിച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ തയ്യാറാക്കിയ ഒത്തുതീർപ്പാണ് പൂനെ പാക്ട് അഥവാ പൂനെ കരാറ്.
അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അയിത്ത ജാതിക്കാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്കായി വാദിച്ച ഡോക്ടർ BR അംബേദ്കറും അതിനെ എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു പ്രധാനമായി തർക്കം. അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി വാദിച്ചതാണ് ഡോക്ടർ BR അംബേദ്കർ. അതിനെ എതിർത്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. അടുത്ത പോയിന്റ് അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പ്രതിനിധികളും എന്നത് അംബേദ്കർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതാണ് ഒത്തുതീർപ്പാക്കിയത്. എങ്ങനെയാണ്? അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പ്രതിനിധികളും എന്നത് അംബേദ്കർ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതാണ് ഒത്തുതീർപ്പായിട്ട് മാറിയത്. പിന്നീട് നമ്മൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലഘട്ടം 1930, 1931, 1932 ഇങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. എല്ലാവരും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.